നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആയൂരിൽ നിന്നും ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ടെക്സ്റ്റൈൽസ് ഷോപ്പിന്റെ ഉടമയും ഓഫീസ് മാനേജറും തൂങ്ങി മരിച്ചു എന്നാണ് ആ ഒരു ദാരുണ സംഭവത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത്. ആയൂരിൽ പ്രവർത്തിച്ചിരുന്ന ലാവിഷ് എന്ന ടെക്സ്റ്റൈൽ സ്ഥാപനത്തിന്റെ ഉടമയാണ് ഈ കോഴിക്കോട് സ്വദേശിയായ അലി. അലിയെയും ഇയാൾക്കൊപ്പം മാനേജറായി പ്രവർത്തിച്ചിരുന്ന ദിവ്യമോളെയുമാണ് ഈ സ്ഥാപനത്തിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വാർത്ത സകലരെ നടുക്കിക്കൊണ്ട് പുറത്തു വന്നത്. ശരിക്കും ഇത് തുടക്കത്തിൽ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു മരണത്തിൽ യാതൊരു ദുരൂഹതയും ഇല്ല എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ? പ്രത്യേകിച്ച് ഇവിടെ നിന്നും കണ്ടെത്തിയ ചില വസ്തുക്കൾ, ഈ ബിയർ കുപ്പി കണ്ടെത്തുന്നുണ്ട്, അതുപോലെ തന്നെ 2 ഗ്ലാസ് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റാരുടെയെങ്കിലും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ? അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ ശക്തമാകുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ദുരൂഹത ഒന്നുമില്ല എങ്കിൽ പോലും ഒരു കൊലപാതക സാധ്യത, അതായത് ഒരാളെ കൊലപ്പെടുത്തിയിട്ട് മറ്റൊരാൾ തൂങ്ങി മരിച്ചതാണോ, അങ്ങനെ ഒരു സാധ്യത ഇവിടെ തള്ളിക്കളയാനാകില്ല. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അപ്പോൾ ഈ സ്ഥാപനം നമുക്കറിയാവുന്നതുപോലെ ഒരു കട ഉടമയാണ് അലി, മരിച്ച അലി. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കടയിലെ ജീവനക്കാരി മാനേജറായിരുന്നു ദിവ്യമോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജീവനക്കാർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാനുണ്ടാകും. ജീവനക്കാരുടെ ഒരു മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അടുപ്പമുണ്ടായിരുന്നു എന്ന തരത്തിൽ ജീവനക്കാർ പ്രതികരിക്കുന്നു. മാത്രമല്ല ഈ ഒരു സാധാരണ ജോലിക്കാർക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം സ്വാതന്ത്ര്യം ഈ ദിവ്യമോൾക്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. ഇവർ നേരത്തെ തന്നെ അലിയും ദിവ്യമോളും പരിചയക്കാരാണ്. കോഴിക്കോട്ടുകാരനാണ് അലി. വർഷങ്ങളായിട്ട് കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് ഫർണിച്ചറും മറ്റ് ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അലി എന്ന് പറയുന്ന വ്യക്തി. ചടയമംഗലത്തിനടുത്ത് തന്നെ ഇദ്ദേഹം ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ഫർണിച്ചർ കട തുടങ്ങിയിരുന്നു. അവിടെ സ്റ്റാഫായി വന്നതാണ് ദിവ്യമോള്. 2 വർഷത്തോളം അവിടെ ദിവ്യമോള് ജോലി ചെയ്തിരുന്നു. പിന്നീട് അലി സ്വന്തമായിട്ട് MC റോഡിന്റെ വശത്തായിട്ട് ഒരു വാടക കെട്ടിടത്തിൽ ലാവിഷ് എന്ന തുണിക്കട തുടങ്ങുന്നു. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ കടയാണ്, പക്ഷേ AC ഹോൾ ആയിരുന്നില്ല. അപ്പോൾ പുതിയ കട തുടങ്ങിയിരുന്നു. പുതിയ കടയിലും 2 വർഷം മുമ്പ് തനിക്ക് പരിചയമുണ്ടായിരുന്ന ദിവ്യമോളെ തന്നെ മാനേജറാക്കി നിയമിക്കുന്നു. അപ്പോൾ ഇവര് ഈ തുണിക്കടയാണ്. അപ്പോൾ തുണി എടുക്കാൻ പോകേണ്ടി വരും. കോയമ്പത്തൂർ, ബാംഗ്ലൂർ പോലുള്ള ഇടങ്ങളിൽ തുണി എടുക്കാൻ പോകുന്നുണ്ട്. ഒന്നിച്ചാണ് ഇവർ പോകുന്നത്. കണക്കെല്ലാം നോക്കുന്ന ദിവ്യയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് ജീവനക്കാരുണ്ടായിരുന്നു. പിന്നീട് ജീവനക്കാർ ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ബന്ധമായിരുന്നു ഈ മാനേജർക്കോ, അല്ലെങ്കിൽ അതായത് ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിൽ പോലും ജീവനക്കാരുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പറയട്ടെ. അപ്പോൾ എന്തായാലും മാനേജർ അല്ലെങ്കിൽ ഈ ഒരു ഉടമ എന്ന രീതിയിലൊക്കെ നല്ല സൗഹൃദം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള 2 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ എന്താണ് ഇവർക്കിടയിൽ പെട്ടെന്ന് സംഭവിച്ചത്? അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു? അതിന് ശക്തമായ ഒരു കാരണം ഉണ്ടാകുമല്ലോ, വെറുതെ ആത്മഹത്യ ചെയ്യില്ലല്ലോ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? തർക്കമുണ്ടായിരുന്നോ? എന്തുകൊണ്ട് മരിക്കാമെന്ന് തീരുമാനിച്ചു? മറ്റെന്തെങ്കിലും ഭീഷണികൾ ഉണ്ടായിരുന്നോ? എന്തുകൊണ്ട് മരണം തിരഞ്ഞെടുത്തു? ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ 2 കുടുംബങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ, അലിയുടെ കുടുംബമായാലും ദിവ്യമോളുടെ കുടുംബമായാലും എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് അറിയാതെ വളരെ പകച്ച് വളരെ വിഷമത്തോടെ അവർ നിൽക്കുകയാണ്. അപ്പോൾ ഈ ദിവ്യമോൾക്ക് 2 പെൺമക്കളാണല്ലേ? ഭർത്താവ് വർക്കലയിൽ ചെടിക്കടയിലെ ജീവനക്കാരാണ്. അപ്പോൾ അവരെ നിലച്ചിരിക്കാതെ, അതായത് ഈ പെൺമക്കൾ എന്ന് പറയുന്നത് മുതിർന്ന കുട്ടികളല്ല, 10ാം ക്ലാസ്സിലും മറ്റാൾ 4ാം ക്ലാസ്സിലും പഠിക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം ചെറിയ കുട്ടികളാണ്. അവർക്ക് അമ്മയുടെ വിയോഗം എത്തരത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിൽ കടയിലെ മുതലാളിക്കൊപ്പം തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. നാട്ടിലൊക്കെ എന്തൊക്കെ തരത്തിൽ വാർത്തകൾ പ്രചരിക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ഈ കടയിലുള്ള ഈ സഹപ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് ഇവർ തമ്മിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഈ ഒരു കേസിനെ വഴിതിരിച്ചു വിടാനായിട്ട് ആരെങ്കിലും മെനഞ്ഞതാണോ? അത്തരത്തിലൊരു ബന്ധം തന്നെയാണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. കാരണം ചിലപ്പോൾ ഒരു വിശ്വാസ്യത, അതല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൾ നന്നായി ചെയ്യുമെന്നൊരു വിശ്വാസ്യത ഉള്ളത് കൊണ്ടായിരിക്കാം വീണ്ടും ഒരു പുതിയ ഷോറൂം ഇയാൾ തുറന്നപ്പോഴേക്കും ദിവ്യമോളെ അവിടേക്ക് നിർത്തിയത്. അതിന് മറ്റു പല തലങ്ങളും ഉണ്ടോ എന്ന് നമുക്കിനി അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അത് പോലീസാണ് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ജീവനക്കാരുടെ പ്രതികരണം അതിൽ നിന്നൊക്കെ അങ്ങനെ ഒരു സംഭവം
ഉണ്ടായിരുന്നു എന്ന തരത്തിൽ പറയപ്പെടുന്നുണ്ട്. പക്ഷേ പോലീസ് ആ കാര്യത്തിൽ ഒരു വ്യക്തത തരട്ടെ. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊന്നും ഈ അലി എന്ന് പറയുന്ന വ്യക്തി 1 വർഷമായിട്ട് ഇവിടെ തുണിക്കട നടത്തുന്നുണ്ട്. പക്ഷേ പ്രദേശത്തെ മറ്റ് വ്യാപാരികളുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്ന വ്യക്തിയല്ല. ഈ കടയുടെ ഉദ്ഘാടന വേളയിലും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമായിട്ട് നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതിന് പ്രകാരം ആ നേതാക്കൾ ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും അവരുമായിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും കൂടുതൽ ഇവരെ പറ്റി ഒന്നും അറിയില്ല. ഇനി എന്തെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ വീട്ടുകാർക്ക് മാത്രം എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല സൗഹൃദത്തിലായിരുന്ന ഇവർക്കിടയിൽ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന ചോദ്യമൊക്കെ ഒരു വശത്ത് ശക്തമായി നിൽക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ദിവ്യ മോള് സാധാരണ വീട്ടിലെത്തുന്ന ഒരു സമയമുണ്ട് ജോലി കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ടും ദിവ്യ മോളെ കാണുന്നില്ല. അപ്പോൾ കുടുംബം സ്വാഭാവികമായിട്ടും ആദ്യം അവരുടെ നിഗമനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോയമ്പത്തൂർ ബാംഗ്ലൂരൊക്കെ ഒരു തുണിയെടുക്കാൻ പോകാറുണ്ട്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം, അങ്ങനെ പോയതായിരിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ഉയരും. അപ്പം അങ്ങനെയാണ് തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അന്വേഷണം ഈ ഒരു ഭീകര കാഴ്ചയിലേക്ക് എത്തി നിൽക്കുന്നു. തീർച്ചയായിട്ടും ഒരു കട, ഒരു പട്ടണത്തിൻ്റെ ഒത്ത നടുക്ക് ഒരു കട തുടങ്ങുന്നു. ആ കടയിലെ ഉടമയും മാനേജറും തൂങ്ങി മരിച്ച നിലയിൽ ആ ഭീകര കാഴ്ച കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും ഒക്കെ അപ്പുറമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് വലിയൊരു ചോദ്യമായിട്ട്. അതെ, ഈ 2 ഫാനിലായിട്ടാണ് ഇവർ തൂങ്ങി നിന്നതെന്നുള്ളതാണ്. അപ്പോൾ ഒരാള് കൈലിയിലും മറ്റൊരാൾ ഷോളിലാണ് തൂങ്ങിയത്. അപ്പോൾ ഇത്തരത്തിൽ അതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ പറയുന്ന ബിയർ കുപ്പിയും ഗ്ലാസും ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ മറ്റു ചിലരുടെ സാന്നിധ്യം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയകരമാണ്. കാരണം ഈ ബിയർ കുപ്പിയും ഗ്ലാസും അവിടെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവര് മദ്യപിച്ചിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിലൊക്കെ ഇനി റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്? സാമ്പത്തിക പ്രശ്നങ്ങളാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിൽ ഉടലെടുത്ത പ്രശ്നങ്ങളെ തുടർന്നാണോ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഇടപെടലാണോ എന്നതൊക്കെ കൃത്യമായ വിവരങ്ങൾക്ക് പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ അത് ചടയമംഗലം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. നിലവിലിപ്പോൾ ആത്മഹത്യാക്കുറിപ്പൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫോണ് പ്രധാനമായിരിക്കും. അപ്പോൾ ഈ ഫോണിൽ ഇവരുടെ സംഭാഷണം, ഇവരുടെ മെസ്സേജ്, എന്തൊക്കെയാണ് മെസ്സേജ് അയച്ചിരുന്നത്, എന്തൊക്കെയാണ് ഇവർ സംസാരിച്ചിരുന്നത്, ആ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയാൽ മാത്രമേ ഒരു തുമ്പെന്ന രീതിയിൽ എന്തുകൊണ്ട് ഈ ഒരു സംഭവം ഉണ്ടായി എന്നതിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയുള്ള അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സാമ്പത്തിക ഇടപാട്, ഫോണിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം, ഇതൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഈ ദിവ്യമോളുടെ വീട് പണി നടക്കുന്നതിനിടെയാണ് ഈ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിനിടെ തന്നെ സാമ്പത്തിക ബാധ്യതകളുടെ കാര്യവും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ ഈ ഒരു പ്രശ്നത്തെ ചൊല്ലിയാണോ ഇവരുടെ ആത്മഹത്യ എന്നത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്താണ് സംഭവിച്ചത് എന്നതൊരു ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഇതിലേക്ക് പോയി? ഇനി ജീവനക്കാർ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അതാണോ കാരണമായത്? സാമ്പത്തിക ഇടപാടാണോ? അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഈ ഒരു വാർത്തയുമായി സംബന്ധിച്ച് നിലവിൽ നമുക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ. പ്രാഥമിക അന്വേഷണത്തിൽ ദുരൂഹത ഇല്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദുരൂഹത ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ എന്തിനിവർ ആത്മഹത്യ ചെയ്തു? അത് ആ കുടുംബങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. 2 കുടുംബങ്ങളാണ് ഇപ്പോൾ വളരെ വേദനയോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? നമുക്ക് ചുറ്റും എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ നമ്മളെ ഒരുപാട് ആശങ്കപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് അവർ. അപ്പോൾ ഇങ്ങനത്തുള്ള മരണങ്ങൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു, ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടേണ്ടി വന്നു? ചോദ്യം ശക്തമാണ്. അപ്പോൾ എന്തായാലും എന്താണ് ആയൂര് സംഭവിച്ചത്, അവർക്ക് 2 പേർക്കും ഇടയിൽ ആത്മഹത്യ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ചത് എന്താണ്, അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം, അല്ലേ? അതായത് വടുതലയിൽ സംഭവിച്ചത്. കാരണം ദമ്പതികളെ കൊലപ്പെടുത്തുവാനായി ശ്രമിച്ച ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ദമ്പതികൾ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അത് കൊടും പകയായിരുന്നു. അതായത് വില്യം എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. കൊലപാതക ശ്രമം തന്നെയാണ്. പ്രത്യേകിച്ചും ഇയാള് വില്യം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ക്രിസ്റ്റഫർ അതുപോലെ തന്നെ മേരി എന്ന ദമ്പതികളെയാണ് വില്യം ആക്രമിച്ചത്. ഇവർ അയൽവാസികളായിരുന്നു. അപ്പോൾ ഈ വില്യം ഭയങ്കര ഒരു ശല്യക്കാരനായ അയൽവാസിയായിരുന്നു. ഇയാൾ ആ വീട്ടിലേക്ക്, ക്രിസ്റ്റഫറിന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാറുണ്ട്, മലം വാരി എറിയാറുണ്ട്, മാലിന്യം വാരി എറിയാറുണ്ട്, അങ്ങനത്തെ ക്രൂരതകളൊക്കെ ചെയ്യുന്ന ഒരു അയൽവാസി. അപ്പോൾ സ്വാഭാവികമായിട്ടും
അവർ പരാതി കൊടുക്കും, പോലീസിൽ പരാതി നൽകി. ഈ പരാതി കൊടുത്തതിൽ ഈ വില്യംസിന് വലിയ രീതിയിലുള്ള ഒരു പ്രതികാരം, പകയുണ്ടായിരുന്നു, പകാളിക്കത്തി. അപ്പോൾ ഈ മാലിന്യം അറിയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വാർഡ് കൗൺസിലർക്ക് ഇടപെടുന്നു. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല, ഞാൻ ഇനി അവരെ ഉപദ്രവിക്കില്ല എന്നൊരു വില്യം അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നു. അപ്പോൾ അന്ന് എല്ലാവരും കരുതി ആ പ്രശ്നം തീർന്നു, ഓക്കെ സോൾവ് ആയി എന്ന് കരുതി. പക്ഷെ തെറ്റിപ്പോയി. അതായത് അന്ന് ഞാൻ ഇനിയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് പോയ വില്യംസിന്റെ ഉള്ളിൽ പക ആളി കത്തുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇവർക്കിടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ആളിക്കത്തിയത് പകയായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ ക്രിസ്റ്റഫറും അതുപോലെ തന്നെ ഭാര്യ മേരിയും പള്ളിയിൽ നിന്നും മടങ്ങി വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇയാൾ തടഞ്ഞു നിർത്തി, ഒന്ന് നിൽക്കൂ എന്ന് പറഞ്ഞു. അവർ നിന്ന് ആ സ്പോട്ടിൽ തന്നെ ഇയാൾ പെട്രോൾ എടുത്തൊഴിച്ച് അവർ ദേഹത്തൊഴിക്കുന്നു. എന്തെങ്കിലും ചെയ്യാനാവുന്നതിന് മുന്നേ തന്നെ ലൈറ്ററും കത്തിക്കുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ മുൻഭാഗത്തിരുന്നത്, അതായത് പെട്രോൾ കൂടുതലും വീണത് ക്രിസ്റ്റഫറിന്റെ ദേഹത്താണ്. അദ്ദേഹത്തിന് 50% ദേഹത്ത് പൊള്ളലേൽക്കുകയുണ്ടായി. അപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹം ആയിരിക്കുന്നത്. ഭാര്യയും മുറിവേറ്റു. അപ്പോൾ ചികിത്സയിലാണ്, തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അപ്പോൾ കൊടുമ്പക ആളിക്കത്തിയാണ്, അയൽവാസികളാണ്. അപ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇയാളിങ്ങനെ മലംവാരി എറിയുന്നു, ഒളിഞ്ഞു നോക്കുന്നു. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങളാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം അല്ലേ, ഒരു അയൽവാസി ഇങ്ങനെ ചെയ്യുമെന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും, അല്ലെങ്കിൽ ആ രീതിക്ക് പോകുമെന്ന് കരുതി. പക്ഷെ ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് എത്തുമെന്ന് ആരും കരുതിയില്ല. പിന്നെ ഗൗരവകരമായിട്ടുള്ള കാര്യം, ഇയാൾ ഈ ഒരു ആക്രമണം നടത്തിയ ശേഷം നേരെ പോയി തൂങ്ങി മരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വില്യം പറയുന്നുണ്ടായിരുന്നു, വില്യം അല്ല ക്രിസ്റ്റഫർ പറയുന്നുണ്ടായിരുന്നു വില്യമാണ് ആക്രമിച്ചതെന്ന്. അപ്പോൾ തുടർന്ന് പോലീസ് വില്യമിന്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ സംശയം തോന്നി. അപ്പോൾ ചവിട്ടി വീടിൻ്റെ അകത്ത് കയറി നോക്കിയപ്പോൾ ഇയാൾ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അയാൾ തൂങ്ങി മരിച്ചു. അപ്പോൾ ഇവരുടെ അവസ്ഥ എന്താണെന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരുപാട് കുറ്റകൃത്യങ്ങളൊക്കെ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആഭ്യന്തര വകുപ്പൊക്കെ കുറച്ചുകൂടി ജാഗരൂകർ, കുറച്ചുകൂടി ഒരു കാര്യക്ഷമത എന്നതിലുപരി കുറച്ചുകൂടി ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ്. കാരണം അതായത് എല്ലാ ദിവസവും എന്തെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കാതെ നമ്മൾ ഒന്നിൽ എഴുന്നേൽക്കുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും വാർത്ത കേട്ടായിരിക്കും, ഉറങ്ങാൻ പോകുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും വാർത്ത കേട്ടിട്ടായിരിക്കും. അപ്പോൾ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആത്മഹത്യ എന്നതിലുപരി അതൊരു ഉപദ്രവിക്കൽ, അയൽവാസികൾ നമ്മൾ ഉപദ്രവിക്കൽ, അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഓരോരോ സംഭവങ്ങളാണ് ഓരോ ദിവസവും, ഓരോ വെറൈറ്റി ഓഫ് ആക്രമണങ്ങളും അതുപോലെ തന്നെ സംഭവങ്ങളുമാണ് ഇങ്ങനെ ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ട്. അപ്പം കുറച്ചുകൂടി ആഭ്യന്തര വകുപ്പ് ആക്റ്റീവ് ആവേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ആശങ്കയാണ്. നാളെ നമ്മളായിരിക്കും ഉപദ്രവിക്കപ്പെടുക, അല്ലെങ്കിൽ നാളെ നമ്മളായിരിക്കാം ഈ സ്ഥാനത്ത് വരിക. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ കുറ്റകൃത്യങ്ങളൊക്കെ പെരുകുന്നത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അധികാരികൾ തന്നെയാണ്. അതിന് നല്ല ഊർജ്ജസ്വലമായിട്ട് തന്നെ പ്രവർത്തിച്ച് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ പെരുകുന്നത് തടയാനുള്ള നടപടികൾ എടുത്തേ മതിയാകൂ. കാരണം ഓരോ ദിവസവും ഓരോന്നിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ, അല്ലേ? അതെ.